വീണ്ടും ദിലീപിൻ്റെ പ്രവചനം വളരെ ശരിയായി വന്നിരിക്കുകയാണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ. നേരത്തെ നമ്മൾ 2-3 തവണ സംസാരിച്ചപ്പോഴും ദിലീപ് പറയുന്നത് PSG-ക്കുള്ള എത്രമാത്രം മേൽക്കൈ ഉണ്ടെന്നുള്ളത്. ഇന്നലെ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കലാശിച്ചതെങ്കിലും അതിനകത്തുള്ളൊരു ഡോമിനൻസ് കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് പൊസിഷൻ ആയാലും ശരി, ഒരു ടാർഗറ്റിലേക്കുള്ള ഇത് നോക്കിയാലൊക്കെ തന്നെ PSG-യുടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആർസണലിന് കിട്ടും ഇത്തവണ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ചും പ്രീമിയർ ലീഗിൽ അവർക്കുള്ള ഇത്തവണത്തെ വിജയം, പിന്നെ അവരുടെ ഒരു ഫോം, പിന്നെ അവർ കളിക്കുന്ന ചിലപ്പോൾ ഫുട്ബോൾ അല്ലാത്ത കളി, ഇതെല്ലാം വെച്ചിട്ട് തന്നെ ആർസണലിൻ്റെ ഒരു മുൻതൂക്കം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ടിനെ പറ്റിയല്ല, എന്നാൽ അതിനകത്ത് കളി മികവിനെ വെച്ച് പറയുകയാണെങ്കിൽ ദിലീപ് PSG-യെയും ആർസണലിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പണ്ട് ഒരിക്കൽ ഒരു ക്രിക്കറ്റ് മാച്ചിനെ പറ്റി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ബിൽ വുഡ്ഫൾ പറഞ്ഞിട്ടുണ്ട്, ഓൺലി വൺ ടീം കെയിം ടു പ്ലേ ക്രിക്കറ്റ് എന്ന ബോഡി ലൈൻ സീരീസിനെ പറ്റി. അതേപോലെ ഇന്നലെ ഒരു ടീമേ ഫുട്ബോൾ കളിക്കാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ കാണുന്ന 41ാമത്തെ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പ് ഫൈനൽ നേരിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പരിതാപകരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്നലെ ആർസണലിന്റെ അടുത്ത് നിന്ന് കണ്ടത്. പണ്ടൊക്കെ ചെറിയ ടീമുകൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പ്രതീക്ഷിക്കാതെ ഫൈനലിൽ ചില ടീമുകൾ എത്തിയിട്ടുണ്ട്. അവർ വരെ ഇതിലും ധൈര്യത്തോടു കൂടി കളിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും നല്ല കളിക്കാരുണ്ടായിട്ട് ഇങ്ങനെ ഭീരുക്കളെ പോലെ കളിച്ചിട്ട്, ഞാൻ നേരത്തെ സെമി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PSG തോൽപ്പിക്കാൻ പറ്റുന്ന ആകെയുള്ളൊരു ടീം ആർസണലാണ്. എന്നുവെച്ചാൽ അവർ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഇത് 6-ാം മിനിറ്റിൽ ഗോൾ വരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വിചാരിച്ചു ഇനി 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാം, എന്നുവെച്ചാൽ എക്സ്ട്രാ ടൈം ഒക്കെ കൂടി കൂട്ടിയിട്ട്. പക്ഷെ ഭാഗ്യത്തിന് അത് നടന്നില്ല. ക്വാഡ്സ്കേലിയുടെ ജീനിയസ് കാരണം ഒരു മിസ്റ്റേക്ക് വന്നു, പെനൽറ്റി ആയി. പിന്നെ സമനില ആയി കഴിഞ്ഞപ്പോൾ ആർസണലിന് കുറച്ച് കളിക്കേണ്ടി വന്നു. പിന്നെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ അപ്പോഴാണ് നമുക്ക് കാണുന്നവർക്ക് കളിക്കാരില്ലാഞ്ഞിട്ടല്ല. ആദ്യത്തെ പറഞ്ഞല്ലോ, ആദ്യം നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ ഗോൾ വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു സ്ട്രാറ്റജി മാറ്റി പിടിച്ചതായിട്ടും കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡിഫൻസിലേക്ക് തന്നെ കംപ്ലീറ്റ്. ആ ഗോളിൽ തന്നെ ശരിക്കും ആ ഗോൾ എന്താ കാണിക്കേണ്ടത്, അത് ഉഗ്രം ഗോളായിരുന്നു. എല്ലാ കാലത്തെയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലത്തെ ഒരു ടോപ്പ് 20 ഗോൾസിൽ വരുന്ന ഒരു ഗോളായിരിക്കും. അതായത് അത്രയും അക്യൂട്ട് ആംഗിളിൽ നിന്ന് കീപ്പറെ നിയർ പോസ്റ്റിൽ ബീറ്റ് ചെയ്യാൻ അത് കാണിക്കേണ്ട എന്താ, അത്രയും ക്വാളിറ്റി ഉള്ള കളിക്കാർ ആർസണലിനുണ്ട്. കൈ ഹാവർട്സ് മുമ്പ് ചാമ്പ്യൻസ് ലീഗ് ജയിച്ച കളിക്കാരനാണ്. സാക്ക ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാൾ. ഡെക്ലൻ റൈസ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. പിന്നെ ബെഞ്ചിലിരിക്കുന്നത് സ്പെയിനിന്റെ കളിക്കാർ സുബിമെൻഡി, മെറീനോ, ഇവരൊക്കെയാണ്. ഗോൾ കീപ്പർ ഏറ്റവും നല്ല ഗോൾ കീപ്പർ. അപ്പൊ എല്ലാ പൊസിഷനിലും മികച്ച കളിക്കാരുണ്ടായിട്ടാണ് ഇങ്ങനെ കളിക്കേണ്ടത്. പലപ്പോഴും ഇപ്പൊ 2004 ഗ്രീസ് പോർച്ചുഗലിനെതിരെ യൂറോ ഫൈനലിൽ ജയിക്കുന്നു. അവർക്ക് ഒരു ഷോട്ടാ കിട്ടിയാൽ അത് ഗോളാക്കുകയും ചെയ്തു. ഒരു കോർണർ ഒന്ന് ഹെഡ് ചെയ്തു. ആ കളിയിൽ വരെ ഗ്രീസിന് 42% പൊസിഷൻ ഉണ്ടായിരുന്നു. അവർ കളിക്കേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂയിസ് ഫീഗോ, ഡെക്കോ, മനീഷ്, ഈ കളിക്കാരുടെയൊക്കെ എതിരെ. അവർക്കാണെങ്കിൽ ആ ക്വാളിറ്റി ഉള്ള ഒരു ഒറ്റ കളിക്കാരനില്ല. അപ്പൊ അവരെന്താ ചെയ്യുക, തീർച്ചയായിട്ടും ഡിഫെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അവർ ഒരു ചാൻസ് കിട്ടി അത് ഗോളാക്കി പിന്നെ ഡിഫെൻഡ് ചെയ്തു. ബാക്കിയൊക്കെ ആവറേജ് പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് മനസ്സിലാവും. നമ്മുടെ എത്രയോ ശക്തമായ ഒരു ടീമിനെതിരെ നമ്മൾ കളിക്കുന്നു, ഇത് മാത്രമേ ജയിക്കാനൊരു മാർഗമുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് ആർസണൽ ചാമ്പ്യൻസ് ഓഫ് ഇംഗ്ലണ്ട് ആണ്, മറ്റേത് ഫ്രാൻസിലത്തെ ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യൻസും. പക്ഷെ ഇത് നിങ്ങളുടെ സ്ക്വാഡിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ 467 മില്യൺ യൂറോ കൊടുത്ത് അസംബിൾ ചെയ്ത സ്ക്വാഡ് ആർസണൽ. PSG വരെ അത്ര പൈസ ചെലവാക്കിയിട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ ഈ ആന്റി ഫുട്ബോൾ കളിക്കുന്നത്. നമ്മൾ ഈ 2 കോച്ചസിന്റെയും, ഇപ്പം ആർട്ടറ്റയുടെ ആയാലും എൻറിക്കയുടെ ആയാലും ഒരു മാനേജിങ് പോളിസി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ലേമനും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ആയിട്ട് തോന്നും PSG കളിക്കുന്നത്. കാരണം ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട്. പക്ഷെ ഇന്നലെ അവർക്ക് കളിക്കാനും പറ്റിയിട്ടില്ല. ബ്യൂട്ടിഫുൾ ഫുട്ബോളിന് വേണമെങ്കിൽ ഒരു ടീം വേണിച്ച് കളിയുടെ നിലവാരം താഴ്ത്താൻ നോക്കുമ്പോൾ മറ്റേ ടീമിന്റെയും കളി സാധാരണ മോശമാവും. അവരും ആ ലെവലിലേക്ക് വരും. അത് കാരണം ഇന്നലെ PSG അത്ര ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഒന്നും കളിച്ചിട്ടില്ല. എന്നുവെച്ചാൽ എല്ലാ സമയത്തും 10 ആള് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ ഫുട്ബോൾ കാണാനും ബുദ്ധിമുട്ടാണ്. കുറച്ച് അവർ അവിടെ ഇവിടെയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അവരുടെ കളിക്കാരും കുറച്ച് പേര് ഇന്നലെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. ക്വാഡ്സ്കേലിയൊക്കെ 2-3 മൊമെന്റ്സിലെ ശരിക്കും ആ മികവ് കാണിച്ചിട്ടുള്ളൂ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈനലിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഫൈനൽ കഴിഞ്ഞിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ കോച്ചുമാരുടെ മാനേജർമാരുടെ ഒരു ഫിലോസഫി എങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുന്നത്? ഈ രണ്ടുപേരും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അവരുടെ ക്ലബ്സിൽ. ആ ക്ലബ് കൾച്ചർ തന്നെ മാറ്റിയിട്ടുള്ള രണ്ടാൾക്കാർ. ആർസൻ വെങ്കറുടെ അവസാനത്തെ കാലം, പിന്നെ ഉണായ് എമറി, ആ സമയത്തൊക്കെ ഒരു വീക്ക് ടീമായിരുന്നു ആർസണൽ. ഇപ്പം നേരെ തിരിച്ച് ഏറ്റവും ശക്തമായൊരു ടീമാണ്. ഒരിക്കലും ഈ പതറാത്തൊരു ടീം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. വെങ്കറുടെ അവസാന കൊല്ലങ്ങളിൽ വരെ ഈ വേറെ വലിയ ക്ലബുകൾക്കെതിരെ അവർ ഡിസ്ട്രോയ് ചെയ്യും. ഈ മാഞ്ചസ്റ്റർ സിറ്റി ആയാലും ലിവർപൂൾ ആയാലും ഇവരൊക്കെ ആർസണലിന്റെ വീക്ക്നെസ് അവർക്ക് മനസ്സിലായ ഒക്കെ വൺ സൈഡഡ് ഗെയിംസ് ആയിരുന്നു കുറെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആർസണൽ ആ ടീംസിനെ ഡോമിനേറ്റ് ചെയ്യാണ് പലപ്പോഴും. പക്ഷെ എന്തോ വലിയൊരു മാച്ച് വരുമ്പോൾ ഇപ്പോഴും ആർട്ടറ്റയ്ക്ക് എന്താ മെന്റൽ ബ്ലോക്ക് ആണോ അതോ താൻ ഡേവിഡ് മോയ്സിന്റെ എവർട്ടണിന് കളിച്ചതാണോ എന്താണെന്നറിയില്ല, ഒരു അൾട്രാ ഡിഫെൻസീവ് മോഡിലേക്ക് പോകും. ആ കാരബാ കപ്പിലും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സിറ്റിയുടെ ഡോമിനൻസ് ആയിരുന്നു. ഇന്നലെ 75% PSG പൊസിഷൻ. 75% എന്ന് പറഞ്ഞാൽ സാധാരണ FA കപ്പിൽ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഒരു ലീഗ് 1 ടീമിനെ കളിക്കുമ്പോൾ കിട്ടുന്ന പൊസിഷനാണ് 75%. ചരിത്രത്തിലത്തെ ഏറ്റവും ഡോമിനന്റ് പാസിംഗ് ടീമായിട്ടുള്ള ബാഴ്സലോണ, പെപ് ഗാർഡിയോളയുടെ ബാഴ്സലോണ 2 ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു. 2009-ലും 2011-ലും. രണ്ടിലും അവരുടെ പൊസിഷൻ 68-69% ആയിരുന്നു. അതിനുശേഷം അലക്സ് ഫെർഗുസൺ പറഞ്ഞു ഇവരുടെ അടുത്തുനിന്ന് ബോൾ എടുക്കാനും കൂടി പറ്റുന്നില്ല. അതെന്താ വെച്ചാൽ അവർ അത്രയും കോംപ്ലിക്കേറ്റഡ് പാസിംഗ് ട്രയാങ്കിൾസും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും യുണൈറ്റഡ് കളിക്കാൻ നോക്കി. രണ്ടാമത്തെ കളിയിൽ വെയിൻ റൂണി ഒരു ഉഗ്രം ഗോൾ അടിക്കുകയും ചെയ്തു. ഇത് ഒരു ഗോൾ അടിച്ചതിന് ശേഷം ആർസണൽ മറ്റേ പകുതിയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോൾ ഗാർഡിയോളയെ പോലെ അല്ലെങ്കിൽ നേരത്തെ മറ്റു പല ഒരു ഹയർ ഇതായിട്ടുള്ള കോച്ചസിനെയും പോലെ ആർട്ടറ്റയുടെ ഈ സീസണിലൊരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട കപ്പുകൾ പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയിച്ചു എന്ന് പറയും. എന്നാൽ പോലും അവസാനം ഒരുപാട് തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു വളരെ സ്റ്റേബിളായ ഒരു ടീമാണോ ആർസണൽ ഇപ്പം ആർട്ടറ്റയുടെ കീഴിൽ? ഈ ആർസണൽ ടീം ഇപ്പം ശരിക്കും ഇന്നലെ കണ്ട നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് പൊക്കി കാർ ഓടിക്കണ പോലെ ആ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ഈ ആർസണൽ ടീമിന് അടുത്തൊരു 4-5 കൊല്ലം ഡോമിനേറ്റ് ചെയ്യാം. അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല യൂറോപ്പിലും അതെ. അതിനുള്ള കളിക്കാർ അവർക്കുണ്ട്. ഇനിയും 1-2 കളിക്കാരുടെ ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം ആ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ക്വാഡുകളിൽ ഒന്നാണ്. ഇന്നലെ ബെഞ്ചിൽ അവിടെ ഇരിക്കുന്ന എബ്രസി, ഇവരൊക്കെ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. SA ഒക്കെ അങ്ങനത്തെ കളിക്കാർ. സൂബിമെൻഡി ബെഞ്ചിലായിരുന്നു. അതാണ് അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത്. അതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കളിക്കാർ അവരുടെ ശരിക്കുള്ള കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് കളി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡോമിനേറ്റ് ചെയ്യേണ്ട ഒരു സ്ക്വാഡാണിത്. പിന്നെ നമ്മൾ ഈ പെനാൽറ്റി കിക്കിനെ പറ്റി പറഞ്ഞല്ലോ. അതിനകത്ത് പിന്നെ നേരത്തെയുള്ള പ്രത്യേകിച്ചും കമൻറ്റേറ്റേഴ്സും ഒക്കെ പ്രവചിക്കുന്നുണ്ടായിരുന്നത് അതിനകത്ത് ബെസ്റ്റ് ആർസണലാണ്. PSG ഇത്തവണത്തെ പെനാൽറ്റികളൊക്കെ തന്നെ ഇതായിരുന്നു. അങ്ങനെ ഒരു 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 പെനാൽറ്റി സിറ്റുവേഷനിലെങ്കിലും അണ്ടർ ഡോഗ്സ് ആയിട്ടാണ് PSG നിന്നിരുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ല. ഈ പെനാൽറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രവചനാതീതമായ ഒരു സംഗതി തന്നെയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ ലക്ക് ഉണ്ട് അതിനകത്ത്. ഒരു കളിക്കാരൻ്റെ മികവിനേക്കാളും അതിനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഫിലോസഫിക്കൽ പോയിന്റിലാണ് നിൽക്കുന്നത്. ഗോളിയായാലും ശരി, ഗോൾ എടുക്കുന്ന ആളായാലും ശരി. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഇന്നലത്തെ അതിനെ വെച്ച് മാത്രം പറയുകയാണെങ്കിൽ ദിലീപ് എങ്ങനെയാണ് കാണാം? അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആ ടോസ് PSG കിട്ടിയ അവരുടെ ഫാൻസ് ആണ് ഗോളിന്റെ പുറകിൽ. അതെപ്പോഴും ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഒരു ടീം കിക്ക് എടുക്കാൻ പോകുമ്പോൾ അവരുടെ ഫാൻസിനെ കാണുക, മറ്റവര് നമ്മളെ നോക്കി അലറുമായിരിക്കും. അപ്പൊ അത് എത്ര വലിയ കളിക്കാരനായാലും അതൊരു ഫാക്ടറാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കളിക്കാരുടെ കാര്യത്തിൽ വരെ ഷെവ്ചെങ്കോ ഒരു പെനൽറ്റി മിസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കളിക്കാരൻ. അപ്പം അതൊരു ഫാക്ടറാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു PSG കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉള്ളൊരു ടീമായിരുന്നു. ആർസണൽ ഇന്നലെ മുഴുവൻ കളിച്ചത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ടീമിനെ പോലെയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് ഒരു കളിയിൽ ഇപ്പോൾ 1-0 ലീഡ് ചെയ്ത് മറ്റേ ടീം തിരിച്ചടിക്കണം. പെട്ടെന്ന് ഓൺ ഓഫ് ആക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് അല്ല അത് അറ്റാക്ക് ചെയ്യണത്. നമ്മൾ ആഴ്ച മുഴുവൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഡിഫെൻഡ് ചെയ്യാനാണ്. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് അങ്ങനെ ഒരു ഓൺ ആക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് അല്ല അത്.
അപ്പൊ അത് ഇന്നലത്തെ കളി മുഴുവൻ അതാ കണ്ടു. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ അവർ ഈക്വലൈസ് ചെയ്തിട്ടും ആർസണൽ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ആ മൂവ്സിന് ഒരു ഫ്ലുവൻസി ഇല്ല. എന്താ വെച്ചാൽ അവരത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ആഴ്ച മുഴുവൻ വേറെ ലോ ബ്ലോക്കിൽ കളിക്കേണ്ടതാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഗോൾ കീപ്പർമാരിൽ ഈ സീസണിലെ തന്നെ മികച്ച ഗോൾ കീപ്പറാണ് ഡേവിഡ് റായ. അദ്ദേഹത്തിന് ഇന്നലെ മാത്രമല്ല ഉഗ്രൻ സേവുകളൊക്കെ ഉണ്ട്. എന്താണ് ഈ രണ്ട് ഗോൾ കീപ്പർമാരെയും വെച്ചിട്ട്, പ്രത്യേകിച്ചും പെനാൽറ്റിയുടെ ഇത് കൂടെ വെച്ച് പറയുകയാണെങ്കിൽ? സാഫിനോവിനൊന്നും സേവ് ചെയ്യേണ്ടി വന്നില്ല, 2 കിക്കും പുറത്ത് പോവുക ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ റായ തന്നെയാണ് ഇപ്പൊ യൂറോപ്പിലത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ. റായയും റയൽ മെഡ്രിഡിൽ. പക്ഷേ ഇന്നലത്തെ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ എത്ര തന്നെ പിന്നെ ഇവരുടെ പെനൽറ്റി എടുത്തവരും മികച്ച കളിക്കാരാണ്. ഇപ്പൊ ഡെസ്രെ ഡുവെ, മറ്റേ ഹക്കീമി, ഇവരൊന്നും മിസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഒന്ന് നന്നായി സേവ് ചെയ്യുകയും ചെയ്തു ന്യൂനോ മെൻഡസിന്റെ. അത് ഉഗ്രൻ സേവ് ആയിരുന്നു. അത് കോർണറിലേക്ക് പോകണം. ഹൈറ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് ആണെങ്കിൽ അതുവരെ എത്തണം ഒരു ഗോൾ കീപ്പർക്ക്. റായയുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. റായ കാരനാണ് അവർ ഒന്നാമത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്താനൊരു വലിയൊരു കാരണം.